ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാത്തതിന് ഒരു കമ്പനി മുഴുവൻ കത്തിച്ചു കളഞ്ഞു. എല്ലാ കമ്പനി ഉടമകളും മാനേജർമാരും ഒക്കെ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. ശമ്പളം കുറവാണെന്നോ ജോലിഭാരം കൂടുതലാണെന്നോ പറഞ്ഞിട്ടുള്ള പരാതികൾക്ക് തൊഴിലാളികൾ കൂടി വന്ന സമരം ചെയ്യും, അല്ലെങ്കിൽ ജോലി വിട്ടുപോകും. അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചതെങ്കിൽ തെറ്റി. 12 ലക്ഷം സ്ക്വയർ ഫുട്ട് വിസ്തീർണമുള്ള ഒരു വമ്പൻ ഡിസ്ട്രിബ്യൂഷൻ സെന്ററാണ് വെറും മണിക്കൂറുകൾക്കുള്ളിൽ ചാരമായത്. ടിഷ്യൂ പേപ്പർ പോലുള്ള പേപ്പർ പ്രൊഡക്റ്റുകളായിരുന്നു കൂടുതൽ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടർന്നു. ഇത് ചെയ്തത് പുറത്തുനിന്നുള്ള ആളല്ല, മറിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരൻ തന്നെയാണ്. 29 വയസ്സുകാരനായ ചമീൽ അബ്ദുൽ കരീം ഒരു രാജിക്കത്ത് നൽകുന്നതിന് പകരം കമ്പനിയെ ഒന്നടങ്കം ഇല്ലാതാക്കാനാണ് തീരുമാനിച്ചത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരം ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾ ഡെയിലി കിട്ടാനായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. എന്താണ് ഇങ്ങനെ ഈ കമ്പനി മുഴുവൻ കത്തിച്ചു കളയാനായിട്ട് ഇയാളെ പ്രേരിപ്പിച്ചത്? ചിന്തിക്കേണ്ട തെളിവ് അയാൾ തന്നെ തന്നിട്ടുണ്ട്. തീ വെക്കുമ്പോൾ അബ്ദുൽ കരീം തന്റെ മൊബൈലിൽ അത് വീഡിയോ എടുത്തിരുന്നു. അതിൽ പുള്ളി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ശമ്പളമെങ്കിലും നിങ്ങൾ തന്നാൽ മതിയായിരുന്നു. ഇത് നിങ്ങളുടെ ഇൻവെന്ററി ഗുഡ്സ് ഒക്കെ തീരാൻ പോവാണ്. അങ്ങനെ പറഞ്ഞ് എല്ലായിടത്തും തീ കൊടുത്തുന്ന വീഡിയോ ആണ് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. കമ്പനിയെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നിടത്ത് തന്നെ അടിക്കാനാണ് അയാൾ തീരുമാനിച്ചത്. ഇവിടെ ഉണ്ടായ നഷ്ടം എന്താണെന്ന് അറിയോ? ഏകദേശം $500 മില്യൺ ഈ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ ബിൽഡിങ്ങിന് മാത്രം $150 മില്യൺ ചെലവ് വരുന്നുണ്ട്. വിലയുണ്ട്. ആകെ മൊത്തം ഏതാണ്ട് 4500 കോടിയിലധികം ഇന്ത്യൻ രൂപ. വമ്പൻ സ്റ്റോക്കുകൾ മുഴുവൻ കത്തി നശിച്ചു. 5 കോടി ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്ന പ്രധാന കേന്ദ്രമാണത്. ഇതിൽ നിന്ന് കമ്പനി എങ്ങനെ കരകയറും? ഇതിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ സുരക്ഷയിലോ ജോലി നിയമനത്തിലോ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇൻഷുറൻസ് കമ്പനി കണ്ടെത്തിയാൽ ആ തുക വെട്ടിക്കുറയ്ക്കും. അപ്പോൾ കമ്പനി കത്തിച്ച ജോലിക്കാരന്റെ അവസ്ഥയോ? അയാൾ ഇപ്പോൾ നേരിടുന്നത് കടുത്ത ഫെഡറൽ കുറ്റകൃത്യങ്ങളാണ്. കുറഞ്ഞത് 5 വർഷം മുതൽ 20 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാം. എന്നാൽ അതിനേക്കാൾ ഭീകരം മറ്റൊന്നാണ് നഷ്ടപരിഹാരം. കോടതി ഇയാളോട് ഈ $500 മില്യൺ തിരിച്ചടയ്ക്കാൻ ഉത്തരവിടും. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും ഇയാൾക്ക് ഈ തുക അടച്ചു തീർക്കാൻ കഴിയില്ല. ഇനിയുള്ള കാലം ഇയാൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും ഈ നഷ്ടം നികത്താനായിട്ട് സർക്കാർ പിടിച്ചെടുക്കും. 20ഓളം ജോലിക്കാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കൊലക്കേസ് കൂടി കൂടെ വന്നേനെ. ഒരാളുടെ ജോലി പ്രശ്നത്തിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് കമ്പനി കൊടുത്ത ഫ്രസ്ട്രേഷൻ കാരണം കമ്പനിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ജോലി പോയി. കമ്പനിയുടെ വലിയ ഭാഗം തന്നെ ചാരമായി.